വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കേസിൽ റാപ്പർ വേടനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. കാക്കനാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം നൽകിയത്. വനിതാ ഡോക്ടറുടെ പരാതിയിലാണ് നടപടി. വേടനെതിരെ വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനത്തിന് തെളിവുണ്ടെന്ന് കുറ്റപത്രം. യുവതിയുമായുള്ള ബന്ധം നിഷേധിക്കാതെ വേടന്റെ മൊഴി. ബിന്നിൽ ചേർന്ന വിവരങ്ങളുമായി. ബിന്നിൽ, ഗുഡ് മോർണിംഗ്. എന്താണ് വേടന്റെ മൊഴിയിലുള്ളത്? ഈ നിഷേധിക്കുന്നില്ലല്ലോ ഈ സംഭവങ്ങളൊന്നും. ഗുഡ് മോർണിംഗ് മോത്തി. വേടൻ ഈ സംഭവങ്ങളൊന്നും നിഷേധിക്കുന്നില്ല, പക്ഷേ വിവാഹ വാഗ്ദാനം നൽകിയിട്ടില്ല എന്നതാണ് വേടൻ എടുത്തിരിക്കുന്ന നിലപാട്. അക്കാര്യം ഈ കുറ്റപത്രത്തിനൊപ്പം വേടന്റെ മൊഴിയായി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ബലാത്സംഗ കുറ്റം നിലനിൽക്കും എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. ഇതിനാവശ്യമായ തെളിവുകളുണ്ട് എന്നതാണ് അവർ കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത്. IPC 376, അതായത് 2023 മുതൽ 25 വരെയുള്ള കാലയളവിൽ നടന്നിട്ടുള്ള പീഡനം സംബന്ധിച്ചാണ് പരാതി വന്നത്. ആ സംഭവങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനമാണ് എന്ന പരാതിക്കാരിയുടെ മൊഴിയിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ കുറ്റപത്രവും മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ എത്തിയിരിക്കുന്നത്. ഇതിൽ മതിയായ തെളിവുകളുണ്ട്. അതായത് ഈ കേസിൽ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ആവശ്യമായ എല്ലാ തെളിവുകളുമുണ്ട് എന്നതാണ് പോലീസിന്റെ കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം അത് കാക്കനാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഇനി കോടതി ഇത് വിചാരണയ്ക്കായി സെഷൻസ് കോടതിയിലേക്ക് കൈമാറുകയും ചെയ്യും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് നേരത്തെ വേടനടക്കം ഹൈക്കോടതിയിൽ സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യം, ഈ പരാതിക്കാരിയായ യുവ ഡോക്ടറുമായിട്ടുള്ള അടുപ്പവും ബന്ധവും വേടൻ ഒരിടത്തും നിഷേധിച്ചിട്ടില്ല. പക്ഷേ പോലീസ് ചോദ്യം ചെയ്തപ്പോഴും അക്കാര്യം നിഷേധിക്കുന്നില്ല. പക്ഷേ ഒറ്റ കാര്യത്തിലാണ് വേടൻ എതിരഭിപ്രായം പറയുന്നത്. അത് താൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചിട്ടില്ല. അതായത് ഈ ബലാത്സംഗ കുറ്റം ഒഴിവാക്കാനുള്ള കൃത്യമായ നീക്കങ്ങളാണ് വേടൻ തന്റെ മൊഴിയിലടക്കം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഈ സംഭവങ്ങളെല്ലാം നടന്നു എന്നതിന് കൃത്യമായ തെളിവുകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഈ പരാതിക്കാരിയുടെ കൃത്യമായ മൊഴിയുണ്ട്, അവരുടെ രഹസ്യമൊഴിയുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് പോലീസ് കുറ്റപത്രവുമായി മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം വേടനെതിരെ തൃപ്പൂണിത്തുറ പോലീസ് കഞ്ചാവ് കേസിലും കുറ്റപത്രം സമർപ്പിച്ചിരുന്നു.